നമ്മൾ ട്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നെക്സ്റ്റ് ട്രീയിലുള്ള ഒരു കാറ്റഗറി ഓഫ് ട്രീ ആണ് ബൈനറി സെർച്ച് ട്രീ, BST എന്ന് പറയും. ബൈനറി സെർച്ച് ട്രീയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ബൈനറി ട്രീ ആണ് അല്ലേ. ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു പാരന്റ് നോഡിന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാക്സിമം ചൈൽഡ് നോഡ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇതൊരു ബൈനറി ട്രീ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇയാളൊരു ബൈനറി ട്രീ ആവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഓരോ പാരന്റ് നോഡിനെയും കണക്ട് ചെയ്തിട്ട് 2 ചൈൽഡ് നോഡ് മാക്സിമം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡ് നോഡ്. ഓക്കെ, അതാണ് ബൈനറി ട്രീ. ഇനി ഈ ബൈനറി ട്രീയിൽ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ അത് ബൈനറി സെർച്ച് ട്രീ ആവും. അപ്പോൾ എന്താണ് കണ്ടീഷൻസ് നോക്കുക. എന്താ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയാ. ഇവിടെ ലെഫ്റ്റ് ചൈൽഡ് എപ്പോഴും റൂട്ട് നോഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് നോഡിലുള്ള വാല്യൂ റൂട്ട് നോഡിലുള്ള വാല്യൂവിലേറെ ചെറുതായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിയില്ലേ. നെക്സ്റ്റ്, റൂട്ട് നോഡും റൈറ്റ് നോഡും, അതായത് റൂട്ട് നോഡും റൈറ്റ് നോഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് നോഡിലുള്ള വാല്യൂ റൂട്ട് നോഡിലേറെ വലുതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 വാല്യൂസ് ഇവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെക്ക് ചെയ്യാം. ലെഫ്റ്റിനോടുള്ള വാല്യൂ ലെഫ്റ്റ് ലെസ് ദാൻ റൂട്ട് ആയിരിക്കണം അല്ലേ. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. ലെഫ്റ്റിനോടുള്ള വാല്യൂ 1, റൂട്ടിനോടുള്ള വാല്യൂ 2. ഓക്കെ, ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, റൂട്ടും റൈറ്റ് നോഡും കമ്പയർ ചെയ്യാം. റൂട്ട് നോഡ് 2 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? ഓക്കെ, റൈറ്റ് നോഡിലുള്ള വാല്യൂ 3 ആണ്, ഇത് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഈ ഒരു ബൈനറി ട്രീ എന്താണ് നമുക്ക് പറയാം, ബൈനറി സെർച്ച് ട്രീ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ബൈനറി സെർച്ച് ട്രീ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാ ഇവിടെ നോക്കാം. ഈ ഒരു നോഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാ ഇവിടെ ഇയാളെന്താ 1 ആണ്, അതിൻ്റെ പാരന്റ് നോഡ് 8 ആണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് നോഡ് അതിൻ്റെ പാരന്റ് നോഡുമായിട്ട് അല്ലെങ്കിൽ റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറുതാണ്. ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ലേ, ഇവിടെ ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് നോഡുമായിട്ട് 8ൻ്റെ റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 8 എന്തല്ല, നമുക്ക് ലെഫ്റ്റ് നോഡ് എന്തായിരിക്കണം, ലെഫ്റ്റ് നോഡും റൂട്ട് നോഡും കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെസ് ദാൻ റൂട്ട് ആയിരിക്കണം അല്ലേ. ഇവിടെ ഇത് സാറ്റിസ്ഫൈ ഉണ്ടോ? 8 ലെസ് ദാൻ റൂട്ടാണോ? അല്ല, ഇതല്ല. അപ്പോൾ ഇതൊരു എന്ത് പറയില്ല, ബൈനറി സെർച്ച് ട്രീ ആണെന്ന് പറയില്ല. ഓക്കെ, ബൈനറി സെർച്ച് ട്രീ ആണെന്ന് പറയുമ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നോഡുകളുള്ള വാല്യൂസ് നോക്കണം. നോഡുള്ള വാല്യൂസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു ബൈനറി സെർച്ച് ട്രീൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ബൈനറി സെർച്ച് ട്രീൻ്റെ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ റൂട്ട് നോഡ് എടുക്കാം. ഓക്കെ, റൂട്ട് നോഡ് 40 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി സെർച്ച് ട്രീ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വലിയ ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ അത് ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടാവും. ഒരു റൂട്ട് നോഡിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇതിന് നോക്കിയാ ഒരു ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടാവും അല്ലേ. ഇതൊരു റൂട്ട് നോഡാണ്. ഓക്കെ, ഈ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള ട്രീ ഉണ്ടല്ലോ, ഇവരാണെന്ത്, ലെഫ്റ്റ് സബ് ട്രീ. റൈറ്റ് ഭാഗത്തുള്ള ട്രീ ആണെന്ത്, റൈറ്റ് സബ് ട്രീ. ഓക്കെ,
ഇനി ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സബ്ട്രീയിലുള്ള വാല്യൂസ് മുഴുവൻ ഈ റൂട്ട് നോഡിലേറെ ചെറുതായിരിക്കും. ഇപ്പോൾ റൂട്ട് നോഡിൽ 50 വാല്യൂ എന്നുണ്ടെങ്കിൽ 50 ചെറുതായിരിക്കും ആര്, ലെഫ്റ്റ് സബ്ട്രീയിലുള്ള വാല്യൂ. ഓക്കെ, 50 വലുതായിരിക്കും ആര്, റൈറ്റ് സബ്ട്രീയിലുള്ള വാല്യൂ. കിട്ടിയോ? ഇത് റൈറ്റ് സബ്ട്രീ, ഇത് ലെഫ്റ്റ് സബ്ട്രീ. കിട്ടിയോ? ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, ബൈനറി സെർച്ച് ട്രീ. ഇപ്പോൾ ഈ ഒരു ഇതിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 40 നമ്മളിവിടെ റൂട്ട് നോഡാക്കി എടുത്തു അല്ലേ. 40 ചെറുതായിരിക്കും ലെഫ്റ്റ് സബ്ട്രീയിലുള്ള വാല്യൂസ്, 40 വലുതായിരിക്കും റൈറ്റ് സബ്ട്രീയിലുള്ള വാല്യൂസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ബൈനറി സെർച്ച് ട്രീനെ എങ്ങനെ കൺസിഡർ ചെയ്യാൻ നോക്കാം, എങ്ങനെയാണ് അതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് കീ എലമെൻറ്റ്സ് ഉണ്ട്. ഈ കീ എലമെൻറ്റ്സിനെ ബൈനറി സെർച്ച് ട്രീയിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെറ്റ് ഓഫ് കീ എലമെൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിലെ ഫസ്റ്റ് എലമെൻറ്റ് റൂട്ട് നോഡാക്കി എടുക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എലമെൻറ്റിനെ എന്താക്കി എടുക്കുക, റൂട്ട് നോഡാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് നോഡാക്കി എടുക്കുക, 40 റൂട്ട് നോഡാക്കി എടുക്കുക. ഓക്കെ, നമ്മളെ കണ്ടീഷൻ നമുക്കറിയാം എന്താണ്, ലെഫ്റ്റ് നോഡ് എപ്പോഴും റൂട്ട് നോഡിലേറെ ചെറുതാവണം. ഓക്കെ, റൂട്ട് നോഡ് എപ്പോഴും റൈറ്റ് നോഡിലേറെ ചെറുതാവണം. ഇനി രണ്ട് വാല്യൂസ് ഇപ്പോൾ 10 2 വട്ടം വരികയാണ്. ഓക്കെ, അങ്ങനത്തെ കേസിൽ റൂട്ട് നോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, റൈറ്റ് നോഡായിരിക്കണം. ഓക്കെ, ഇനി ഇനിഷ്യേഷനിലേക്ക് വരുന്ന സമയത്ത് റൂട്ട് നോഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. 40 അല്ല 45 ആണല്ലേ, ഫസ്റ്റ് നോഡ് 45. ഓക്കെ, നെക്സ്റ്റ് നോഡ് വരുന്നത് 15 വരുന്നത് അല്ലേ. 15 വരുന്ന സമയത്ത് ഇത് നമ്മൾ നോക്കേണ്ട റൂട്ട് നോഡിലേറെ ചെറുതാണോ വലുതാണോ നോക്കി. ചെറുതാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 15 ലെഫ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അവിടെ 15 ഇൻസേർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് 79 ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. 79 റൈറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തു, കാരണം 45 വലുതാണ്. ഇനി വരുന്ന സമയത്ത് 90 നോക്കുക. ഓക്കെ, 90 നോക്കുന്ന സമയത്ത് ഇത് നമ്മളെ റൂട്ട് നോഡാണല്ലോ അല്ലേ. ഈ റൂട്ട് നോഡിലേറെ വലുതാണോ ചെറുതാണോ നോക്കാം. റൂട്ട് നോഡിലേറെ വലുതാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും റൈറ്റ് സബ് ട്രീയിലേക്കാണ് പോവുക. ഈ റൈറ്റ് സബ് ട്രീയിലേക്ക് എവിടെയെങ്കിലും ആയിരിക്കും ഈ 90 വാല്യൂ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം 90 റൈറ്റ് സബ് ട്രീയിൽ എവിടെ വരണം നമ്മൾ ഒന്ന് നോക്കാം. റൈറ്റ് സബ് ട്രീയിൽ ഇവിടെ ആകെ പോസിബിൾ ആയിട്ടുള്ള 79 ലെഫ്റ്റിലും 79 റൈറ്റിലാണ്. 79 ലെഫ്റ്റിൽ എന്തായാലും 90 വരും സാധ്യതയില്ല, കാരണം 79 വലുതാണ് 90 അല്ലേ. അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയില്ല. നമ്മൾ എന്ത് ചെയ്തു, 79 റൈറ്റിലേക്ക് ഇട്ടു. അപ്പോൾ 79 റൈറ്റിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഇൻസേർഷൻ. നെക്സ്റ്റ് 10 വരും. ഓക്കെ, 10 വരുന്ന സമയത്ത് എന്തായാലും ലെഫ്റ്റ് സബ് ട്രീയിലേക്കാണ് പോവുക. ലെഫ്റ്റ് സബ് ട്രീയിൽ എവിടെ, 15 ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? ലെഫ്റ്റ് സബ് ട്രീയിൽ 10 വരുമ്പോൾ സ്വാഭാവികമായിട്ടും 15 ലെഫ്റ്റിലേക്കാണ് വരിക അല്ലേ. 15 ചെറുതാണ് ആര്, 10. നെക്സ്റ്റ് ആര് വരും, 55 എവിടേക്കാണ് പോവുക, റൈറ്റ് സബ് ട്രീയിലേക്കാണ് പോവുക അല്ലേ. ഇതാ ഇവിടേക്കാണ് പോവുക. ഓക്കെ, ഇനി ഇവിടെ എവിടേക്ക്, ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാൻ സാധ്യതയുണ്ട്, ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിലെവിടെ വരും, ഈ 3 സാധ്യതയിലും എനിക്ക് ഇതെന്തായാലും കളഞ്ഞൂടെ, കാരണം 55 ഒരിക്കലും 90 വലുതല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. ഇനി എന്ത് ചെയ്യാം, അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്
55 ഇവിടെ ആവാൻ സാധ്യതയുണ്ട്, ഇവിടെ ആവാൻ സാധ്യതയുണ്ട് അല്ലേ. പക്ഷേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് റൂട്ട് നോഡാക്കി നോക്കുന്ന സമയത്ത് റൂട്ട് നോഡിൻ്റെ 79ൻ്റെ റൈറ്റ് സബ് ട്രീയിൽ ഒരിക്കലും എന്ത് വരില്ല, 79 ചെറിയ ഒരു വാല്യൂ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പോസിബിലിറ്റി ഇവിടുന്ന് കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ 55 79ൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് ആരാ, 12 എവിടെ വരും, എന്തായാലും ലെഫ്റ്റ് സബ് ട്രീയിലാണ് വരിക അല്ലേ. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് വരുമ്പോൾ 12 എവിടെയാണ് വരാൻ സാധ്യത, 15ൻ്റെ ഇവിടെ വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ, ഒരു വാക്കൻസി അവിടെ ഉണ്ട്. അവിടേക്ക് വരുമോ, അവിടേക്ക് എന്തായാലും വരില്ല, കാരണം 12 15ലേറെ ചെറിയ ഒരു വാല്യൂ ആണ്. റൈറ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ 15ലേറെ വലിയ ഒരു വാല്യൂ ആവണം. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വരില്ല. പിന്നെ വരുന്നത് എവിടേക്കാ, ഇങ്ങോട്ടേക്കും വരാം, ഇങ്ങോട്ടേക്ക് വരാം. ഇതെന്തായാലും അതേ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാം. നെക്സ്റ്റ്, സോറി, ട്വൽവ് അല്ലേ. അപ്പോൾ എന്തായാലും 10ൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരും അല്ലേ. ഓക്കെ,